അവർ ഉരുക്കി ചേർത്ത് ഉരുക്കി ചേർത്ത് എന്തോ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഉരുക്കി ചേർത്തിട്ട് അതിനകത്ത് പൊരിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ആ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതിവിടെ നടന്നിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നത് പ്ലാസ്റ്റിക് തീയിട്ട് ഉരുക്കുന്ന കാഴ്ചയല്ല. അതായത് ഈ ഒരു പ്ലാസ്റ്റിക് ഉരുക്കുന്നത് പാചകം ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു കട പൂട്ടിച്ചു. അതായത് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഒരു പൊരിപ്പ് കടയാണ് പൂട്ടിച്ചത്. എല്ലാ ആളുകളും ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു കടയിൽ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പാം ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഈ പൊരിപ്പ് കടയിൽ ഈ പലഹാരങ്ങളൊക്കെ പാചകം ചെയ്ത് ജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വലിയ വിലയാണ്. 350 മുകളിലേക്കൊക്കെ ഈ വില പോകുന്നത് കൊണ്ട് ഈ 10 രൂപയ്ക്കൊക്കെയാണ് ഈ വഴിയോരങ്ങളിൽ ഈ പൊരിപ്പുകൾ കൊടുക്കാറുള്ളത്. അതായത് ഉഴുന്നുവടയും പരിപ്പുവടയും ഏത്തക്കാപ്പൊക്കെ കൊടുക്കാറുള്ളത്. അത് വളരെ ക്രിസ്പി ആയിട്ടാണ് അവർ ഇങ്ങനെ പൊരിച്ച് നൽകുന്നത്. നമ്മൾ വീട്ടിലൊന്നും പൊരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ലഭിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ടാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കും കൂടെ ഉരുക്കി ഈ എണ്ണയ്ക്കകത്ത് ചേർത്ത് അതിനകത്തിലാണ് ഈ ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ പൊരിച്ച് ആളുകൾക്ക് കൊടുക്കുന്നത്. അത് പ്രത്യേകമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഈ പാം ഓയിലാണ്. അപ്പൊ ഈ പാം ഓയിൽ വരുന്ന കവറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്ലാസ്റ്റിക് കവറിലാണ് പാം ഓയിൽ വരുന്നത്. ഈ പാം ഓയിൽ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം, ഈ പാം ഓയിൽ തിളച്ചതിന് ശേഷം ഇവർ ആ പ്ലാസ്റ്റിക് കവറോടെ ആ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് ഉരുക്കി അതും കൂടെ ചേർത്തിട്ടാണ് ഈ പലഹാരങ്ങൾ പൊരിച്ച് ജനങ്ങൾക്ക് നൽകുന്നത്. അങ്ങനെ നാട്ടുകാർ കാണുകയും ഈ കട അടപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. രാജ്കുമാർ, യഥാർത്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് എണ്ണയിൽ ഉരുക്കി ചേർക്കുന്നത്? എവിടെ നിന്നാണ് പിടികൂടിയത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ഇതിൻ്റെ ആ ഒരു പൊരിപ്പ് എന്നുള്ള ഒരു പേരുണ്ടല്ലോ, അതിന് അർത്ഥവത്താക്കുന്നതാണ് ഇവർ ഈ ചെയ്യുന്നത്. മുമ്പ് നമ്മളത് വടക്കേന്ത്യയിലും മറ്റും ധാരാളം ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വടക്കേന്ത്യൻ തൊഴിലാളികളെ വെച്ച് ഇവിടെയുള്ള നൗഷിർ എന്ന് പറയുന്ന ഈ കട നടത്തുന്ന മുതലാളി തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പറയുന്നത്. അവരിപ്പോൾ ഇവരുടെയൊക്കെ ഉരുക്കി ചേർത്ത് എന്തോ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഉരുക്കി ചേർത്തിട്ട് അതിനകത്ത് പൊരിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ആ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതിവിടെ നടന്നിട്ടുള്ളത്. അപ്പം ചോദിച്ചപ്പോൾ ഈ കട നടത്തുന്ന ആൾക്ക് ഈ കട നടത്തുവാൻ വേണ്ടിയുള്ള ലൈസൻസ് ഒന്നുമില്ല. അവിടെ പണിയെടുക്കുന്നതെല്ലാം ബംഗാളികളാണ്. പ്രത്യേകിച്ച് ബംഗാളികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ വടക്കേന്ത്യയിലും ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇവിടെ ഇവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നും ഈ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അപ്പം കൊല്ലം കോർപ്പറേഷൻ നേരിട്ട് വരികയും പരിശോധന നടത്തുകയും, അപ്പം കൊല്ലം കോർപ്പറേഷനിലുള്ള ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് പൊരിപ്പുണ്ടാക്കുന്നത്, അതായത് പിന്നെ പഴംപൊരി ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആ എണ്ണയ്ക്കകത്ത് എണ്ണ തിളയ്ക്കുമ്പോൾ അതിനകത്ത് ഈ റിഫൈൻഡ് പാം ഓയിലിൻ്റെ കവർ ഉരുക്കി ചേർത്ത് ഉരുക്കി ചേർത്ത് എന്തോ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഉരുക്കി ചേർത്തിട്ട് അതിനകത്ത് പൊരിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ആ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതിവിടെ നടന്നിട്ടുള്ളത്. അപ്പം ചോദിച്ചപ്പോൾ ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കാൻ ഇത് 2 ആഴ്ച മുമ്പ് വരെ അടഞ്ഞു കിടന്ന കടയാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് തുടങ്ങിയത്. അപ്പം ട്രേഡ് ലൈസൻസ് എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ് പോലും അവർ നേരാവണ്ണം എടുത്തിട്ടില്ല. എന്തായാലും വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാഴ്ചയാണിത്. അതായത് നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു കാര്യമാണ് ഈ പൊരിപ്പുകൾ എന്ന് പറയുന്നത്. അതായത് വഴിയോര കടയിൽ അവിടെ നിന്നും ചായയും പൊരിപ്പും വാങ്ങിച്ച് ആളുകൾ ധാരാളമായിട്ട് കഴിക്കാറുണ്ട്. വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ വലിയ തിരക്കാണ് ഇത്തരം കടകളിലുള്ളത്. ചെറിയ മാടക്കട വെച്ചിട്ടും ആയിരക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണകൾക്കൊക്കെ വില കൂടുതലായതുകൊണ്ടും ഉഴുന്നുകൾക്കൊക്കെ വില കൂടുതലായതുകൊണ്ടും ഇത്തരത്തില് 10 രൂപയ്ക്കും 12 രൂപയ്ക്കും ഒക്കെയാണ് ഇവർ ഇത് കച്ചവടം ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്ര അന്യായം കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഇവർ 10 രൂപയ്ക്ക് എങ്ങനെ കച്ചവടം ചെയ്യുന്നത് എന്നുള്ള കാര്യം. എന്നാൽ ഇത്തരത്തിലാണ് ഇവർ പാചകം ചെയ്തത് ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള കാര്യം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തില് വഴിയോരത്ത് നിന്നും ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ ഒരു കടയുള്ളത്. ഇവർക്ക്, അതായത് കൊല്ലത്തെ പള്ളിമുക്കിൽ ഇവർക്ക് കടയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കടയിൽ ഉണ്ടാക്കുന്ന ഈ പലഹാരങ്ങൾ കൂടുതലായിട്ടും റെയിൽവേ സ്റ്റേഷനുള്ളിലാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. അതായത് ട്രെയിനിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ട്രെയിനിലൊക്കെ വിശന്നിരിക്കുന്ന ആളുകളൊക്കെ ഇതാണ് വാങ്ങിച്ചു കഴിക്കുന്നത്. അപ്പോൾ അത്തരത്തില് ഇങ്ങനെ ഉള്ള പാചകം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗുരുതരാവസ്ഥ മനുഷ്യനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്ലാസ്റ്റിക് നിരോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകമെമ്പാടും നടത്തുന്നുണ്ട്.
അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്താണ് ഈ പ്ലാസ്റ്റിക് തന്നെ എണ്ണയിൽ ഉരുക്കിക്കൊണ്ട് അതിൽ പാചകം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണിത്. ഇത്തരത്തിലാണ് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ജീവിതവും പോകുന്നത് എങ്കിൽ മുക്കിന് ആശുപത്രികൾ ഇനിയും ഉണ്ടായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാൻസർ രോഗികളുടെ എണ്ണവും പെരുകും. അതുകൊണ്ട് കഴിവിന് പരമാവധി വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുവാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. വെളിയിൽ ഇങ്ങനെ ചെറിയ വിലയ്ക്ക് ആഹാരം കിട്ടുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഈ മലയാളികളെ സംബന്ധിച്ച് അവിടേക്ക് തെള്ളിക്കേറുന്ന ഒരു സ്വഭാവം എല്ലാ ആളുകൾക്കും ഉണ്ട്. അങ്ങനെ തെള്ളിക്കേറി വാങ്ങിച്ചു കഴിക്കുന്ന ആളുകൾ ക്രമേണ കൊണ്ട് വലിയ രോഗത്തിന് അടിമയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.